ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞു അവനെന്തോ വൈറസിൻ്റെയോ ഹാക്കിങ്ങിൻ്റെ എന്തോ പ്രശ്നം കാരണം അവൻ്റെ സൈറ്റ് കംപ്ലീറ്റ് എററായിരുന്നു, അത് വീണ്ടും ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച കാര്യം, നീ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു എന്നാണ്. അവൻ പറഞ്ഞു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അവൻ അതിനെപ്പറ്റി അത്ര കോൺഷ്യസ് അല്ലായിരുന്നു. അപ്പം പലപ്പോഴും നമ്മളൊക്കെ കേസിൽ നമുക്ക് വരാവുന്ന ഒരു കേസാണിത്. വൈറസ് അറ്റാക്ക് കൊണ്ടും ഹാക്കിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ടീമിൽ ചെയ്യുന്ന എന്തെങ്കിലും എഡിറ്റിംഗ് കാരണം നമ്മളെ സൈറ്റുകൾ എററാവാറുണ്ട്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം പലർക്കും സെർവറിൽ കയറിയിട്ട് അത് ബാക്കപ്പ് എടുത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സെർവറിൻ്റെ, അതായത് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ ഏതാണോ ആ സെർവറിൻ്റെ cPanel കയറുക എന്നുള്ളതാണ്. cPanel കയറിയതിന് ശേഷം ഇവിടെ ഫയൽ മാനേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ടാബിൽ തന്നെ അല്ലെങ്കിൽ പുതിയൊരു ടാബിലായിട്ട് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്ക് പബ്ലിക് HTML എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയൽസും നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ജസ്റ്റ് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഒന്നിച്ച് സെലക്ട് ചെയ്യുക. ഞാനിതെല്ലാം സെലക്ട് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സിപ്പ് ചെയ്യണം, അതായത് കംപ്രസ് ചെയ്യണം. നമുക്ക് അതിനായി ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കംപ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഫോർമാറ്റുകൾ അവിടെ കാണിക്കും കംപ്രസിൻ്റെ. അതിൽ സിപ്പ് ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സിപ്പ് ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കംപ്രസ് ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക, അത് കംപ്രസ് ആവുന്നത് വരെ. ഇപ്പം നമുക്ക് ആ ഒരു ഫയൽ കംപ്രസ്സായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫയൽ കംപ്രസ്സായി വന്നിരിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ നമ്മുടെ സൈറ്റ് നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഡാറ്റാബേസ് ഉണ്ടാകും. ആ ഡാറ്റാബേസ് നമ്മൾ ഇതേപോലെ തന്നെ ബാക്കപ്പ് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ താഴെ ഡാറ്റാബേസസ് എന്നുള്ള ഓപ്ഷനിൽ PHP My Admin എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡാറ്റാബേസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് എൻ്റെ ഡാറ്റാബേസ്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡാറ്റാബേസിലെ ടേബിൾസ് എല്ലാം ഇവിടെ എങ്ങനെ ലേബിൾസ് എല്ലാം ഒന്നിച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ താഴേക്ക് വന്നതിന് ശേഷം ഈ ചെക്ക് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടേബിൾസ് എല്ലാം തന്നെ സെലക്ട് ആയതിനു ശേഷം നിങ്ങളിവിടെ ചെയ്യേണ്ടത് എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ വരും. ഇതിൽ നിങ്ങൾ വേറെ ഒന്നും മാറ്റേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഫോർമാറ്റ് SQL ആണ്, ക്വിക്ക് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ അതിനുശേഷം അതൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിനുശേഷം നേരെ ഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റാബേസും ഇതുവരെ ബാക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി നിങ്ങളെ സൈറ്റിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇൻ കേസ് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ബാക്കപ്പ് വെച്ചിട്ട് വീണ്ടും നമ്മുടെ സൈറ്റ് എളുപ്പത്തിൽ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെപ്പോഴും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.